കേരള സർക്കാർ കോവിഡ് കാലത്ത് നടന്നിട്ടുള്ള ഈ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനായിട്ടൊരു സ്വതന്ത്ര ഏജൻസി കഴിഞ്ഞ കാലങ്ങളിൽ കൽക്കരി കുംഭകോണം ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ കേന്ദ്ര സർക്കാരിൽ UPA സർക്കാർ കാലത്ത് നടന്നപ്പോൾ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ CAG പുറത്തു കൊണ്ടുവന്നിട്ടുള്ള തട്ടിപ്പുകൾ അന്വേഷിക്കാൻ CBIയുടെ അന്വേഷണം വേണം. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ എടുത്ത അതേ സമീപനം ഈ തട്ടിപ്പുകളുടെ കാര്യത്തിൽ തുടരാൻ തയ്യാറാണോ? ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് CBIയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി സന്നദ്ധനാണോ? കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിൻ്റെ PR പ്രചാരവേലയിൽ ഇനിയും വഞ്ചിതരാകരുത് എന്നുകൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, സർക്കാർ തയ്യാറാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇതിനു മുൻപ് UPA സർക്കാരിൻ്റെ കാലത്ത് CAG അന്വേഷണത്തിലൂടെ സർക്കാരിൻ്റെ വെട്ടിപ്പുകൾ പുറത്തു വന്നപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടൊരു സ്വതന്ത്ര ഏജൻസി വേണം, CBI വേണം, സംയുക്ത സഭാസമിതി വേണം. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത്. അതേ നിലപാട് ഇപ്പോഴും തുടരണം. അതാണ് എനിക്ക് ഉന്നയിക്കാനുള്ള ആവശ്യം. സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ CBI മുഖ്യമന്ത്രി തയ്യാറാണ്. എന്താണ് BJPയുടെ ഈ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ CBI അന്വേഷണമോ ED അന്വേഷണമോ ഈ വിഷയത്തിൽ? അല്ല, അത് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. ആദ്യം CAG റിപ്പോർട്ടിനെ കുറിച്ച് സർക്കാരിന്റെ നിലപാടെന്താ വരട്ടെ. മുൻപ് ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഈ മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ കാര്യക്ഷമത അല്ലെങ്കിൽ അതിന്റെ സേവനം ഉയർന്നതാണെന്ന് ഉറപ്പാക്കാനാണ് ഇത്തരത്തിലും ഉയർന്ന വില ഈടാക്കിയതെന്നാണ് ഞാൻ ചോദിക്കട്ടെ. അതായത് നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ പണം ഉപയോഗിക്കുന്നതിന് ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ ജനങ്ങൾക്ക് ഗുണനിലവാരമില്ലാത്ത വസ്തു കൊടുക്കണം എന്നൊരിക്കലും ഒരു കാലത്തും നിയമമില്ല. ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വസ്തു തന്നെ കൊടുക്കണം. പക്ഷെ ആ ഗുണമേന്മയുള്ള വസ്തു ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആ തീരുമാനമെടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതിരുന്നു എന്നാണ് CAG ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഗുണമേന്മയുള്ളതാണോ ഗുണമേന്മയില്ലാത്തതാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ ആ തീരുമാനമെടുക്കുമ്പോൾ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ BJP വന്നതിന് ശേഷം പുതുതായിട്ടുണ്ടാക്കിയതല്ല. ഈ രാജ്യത്ത് സാമ്പത്തിക ക്രയവിക്രയം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തീരുമാനമെടുക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ചട്ടങ്ങൾ എത്രയോ ദശാബ്ദങ്ങളായിട്ടുണ്ട്. ആ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ചട്ടം ലംഘിക്കപ്പെട്ടു?